സോ ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് എഗ്രി ഓൺ, എഗ്രി ടു, എഗ്രി വിത്ത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ കുട്ടികളൊക്കെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് എഗ്രി ഓൺ, എങ്ങനെയാണ് എഗ്രി ടു, എങ്ങനെയാണ് എഗ്രി വിത്ത് എന്നുള്ളത്. ഇനി ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അതായത് ഈ എഗ്രി ഓണും എഗ്രി വിത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം വരാറുണ്ട്. എഗ്രി ടൂവും എഗ്രി വിത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം വരാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് PSC എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഞാൻ ആഴത്തിൽ ഇറങ്ങി പോകണില്ല. അതായത് ഇപ്പം നമുക്ക് എക്സാമിന് ഇങ്ങനെയുള്ള ഒരു എഗ്രി ടൂവും എഗ്രി വിത്തും എടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടും ചില സാഹചര്യത്തിൽ PSC എഗ്രി ടു അടുത്തുള്ള അതിനൊരു കാരണമുണ്ട്. അതൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിലൂടെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതേ പറയുന്നുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എക്സാം വളരെയധികം കൺഫ്യൂസിങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഗ്രൂപ്പിൽ, ചാനലിൽ, ടെലഗ്രാമിലൊക്കെ ഞാനത് വോയിസ് ആയിട്ട് പിന്നീട് അയച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്ത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ, നിങ്ങൾക്ക് എന്താണ് എഗ്രി ഓൺ, എഗ്രി ടു, എഗ്രി വിത്ത് എക്സാമിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പറയണുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പോൾ എഗ്രി ഓൺ, എഗ്രി ടു, എഗ്രി വിത്ത് ഇതെന്ത് ചെയ്യും എന്നുള്ളതാണ് പറയണത്. ശ്രദ്ധിച്ചു കേട്ടോ. അതിൽ ആദ്യം വളരെ എളുപ്പമുള്ള ഒരു സാധനമാണ് ഇതിൽ എക്സാമിന് വേണ്ടിയിട്ട് എഗ്രി വിത്ത്. എഗ്രി വിത്ത് എന്ന് പറയുമ്പോഴേ എഗ്രി വിത്ത് സമ്മൺ ആണ്. ചില സാഹചര്യങ്ങളിൽ സംതിങ് വരാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അത് അങ്ങനെ പറഞ്ഞാൽ ചില ആളുകൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എക്സാമിന് നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി, എഗ്രി വിത്ത് സമ്മൺ, എഗ്രി വിത്ത് സമ്മൺ. ഞാൻ അങ്ങനെ ആലോചിക്കണ്ട. വിത്ത് വ്യക്തി, വിത്ത് വ്യക്തി, വിത്ത് വ്യക്തി അങ്ങനെ വരുന്ന ഒരു പ്രാസം കിട്ടണില്ലേ? ഇല്ലേ? വിത്ത് വ്യക്തി, വിത്ത് വ്യക്തി എന്നുള്ളൊരു പ്രാസം കിട്ടണില്ലേ? അപ്പോൾ അങ്ങനെ ആലോചിക്കുക. വ്യക്തി ഡാഷ് കഴിഞ്ഞിട്ട് ഒരു വ്യക്തി വരികയാണെങ്കിൽ വിത്ത് വെക്കുക. ഇങ്ങനെ എഗ്രി ഡാഷ് എന്ന് കഴിഞ്ഞിട്ട് ഒരു വ്യക്തി വരികയാണെങ്കിൽ വിത്ത് വെക്കുക എന്ന് ആലോചിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഡാഷ് കഴിഞ്ഞിട്ടൊരു വ്യക്തി വരും. ഇതുപോലെ ഡാഷ് രാജു എന്ന് വരികയാണെങ്കിൽ എഗ്രി വിത്ത് രാജു. ഡാഷ് സീത എന്ന് വരികയാണെങ്കിൽ എഗ്രി വിത്ത് സീത. അതുപോലെ ഡാഷ് ഹിം എന്ന് വരികയാണെങ്കിൽ എഗ്രി വിത്ത് ഹിം. കണ്ട, ഡാഷ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വ്യക്തികൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? വിത്ത് വെക്കുക. ഇപ്പം അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, റെഡി? ശരി, സെറ്റല്ലേ? ഓക്കെ അല്ലേ? കുറച്ച് ചോദ്യങ്ങളും നോക്കാം നമുക്ക്. അവസാനം നമുക്ക് പ്രീവിയസും ചെയ്യാം കേട്ടോ. കുറേ ഇനി ഈ എക്സാമ്പിൾ സെൻറ്റൻസസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ അയച്ചു തരാം. അത് ഞാൻ ഇപ്പോൾ വായിക്കാതെ നിന്നുണ്ടെങ്കിലേ അത്രയും സമയം പോകും. അപ്പോൾ സമയം കളയണ്ടെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായ പോലെ അത് ആ PDF ഒക്കെ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്യും കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, എഗ്രി ഡാഷ് എന്നില്ലേ? ഇവിടെ നോക്കൂ, എഗ്രി എന്ന് കഴിഞ്ഞിട്ട് ഡാഷ് കഴിഞ്ഞിട്ട് എന്താ ഇതുള്ള? രാജു എന്നല്ലേ? വ്യക്തിയല്ലേ വന്നുള്ള. അപ്പം എന്ത് ചെയ്യുക? എഗ്രി വിത്ത് രാജു, എഗ്രി വിത്ത് രാജു. അടുത്ത് നോക്കൂ, എഗ്രി കഴിഞ്ഞിട്ട് ഡാഷ് കഴിഞ്ഞിട്ട് ഹിം അല്ലേ വന്നുള്ള? എഗ്രി ഡാഷ് ഹിം എന്നല്ലേ വന്നുള്ള? വ്യക്തിയല്ലേ? അപ്പം ഇത് നോക്കുക, എഗ്രി വിത്ത് ഹിം. മനസ്സിലായില്ലേ? അതേപോലെ നോക്കൂ, എഗ്രി ഡാഷ് യു, ഐ ഡിഡ് നോട്ട് എഗ്രി ഡാഷ് യു അറ്റ് ഫസ്റ്റ്. കേട്ടാ, നിന്നോട് ആദ്യം ഞാൻ എന്ത് ചെയ്തിരുന്നില്ല? യോജിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എഗ്രി പറഞ്ഞാൽ യോജിക്കുക എന്നാണല്ലോ. എഗ്രി ഡാഷ് യു, നിന്നോട് യോജിച്ചിരുന്നില്ല എന്നാണ്. അപ്പം എഗ്രി വിത്ത് യു എന്നാണ്. എഗ്രി വിത്ത് യു എന്നുള്ളതാണ് വെക്കുക. മനസ്സിലായില്ലേ? എഗ്രി വിത്ത് യു. ശരി, അപ്പോൾ ഈ ഒരു കാര്യമാണ് ആദ്യം. എഗ്രി വിത്തിൻ്റെ കാര്യം പഠിച്ചാൽ വളരെ എളുപ്പമായി, പിന്നെ ഭാരം കുറഞ്ഞു. ഇനി എന്താ സംഭവം എന്നറിയോ? എഗ്രി ടു ആണ്. എഗ്രി ടുവിൻ്റെ ഒരു സിമ്പിൾ സാധനം പറഞ്ഞേട്ടെ. എഗ്രി ടുവിൻ്റെ ഒരു സിമ്പിൾ സംഭവം പറയുകയാണെങ്കിൽ എഗ്രി എന്ന് കഴിഞ്ഞു, ഡാഷ് കഴിഞ്ഞു, എന്നിട്ട് അയ്യഞ്ചൊന്നും ഇല്ലാതെ വെറും ഗോ. എഗ്രി എന്ന് കഴിഞ്ഞു, അത് എഗ്രി എന്നായിക്കോട്ടെ, എഗ്രീഡ് എന്നായിക്കോട്ടെ. എഗ്രി എന്ന് കഴിഞ്ഞു, എന്നിട്ട് ഡാഷ് കഴിഞ്ഞു, എന്നിട്ട് കം. എഗ്രി കഴിഞ്ഞിട്ടേ ഇങ്ങനെ ഡാഷ് കഴിഞ്ഞിട്ട് ഗോ, കം, പ്ലേ. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എക്സാമിന് വന്നുള്ളതാണ് കേട്ടോ. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവസാനം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. എഗ്രി എന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഗോ, എഗ്രി ഡാഷ് ഗോ, എഗ്രി ഡാഷ് കം. അങ്ങനെ വന്നു എന്ന് കരുതുക. അങ്ങനെ വന്നാൽ ഒന്നും നോക്കണ്ട, 2 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 2 ആയിരിക്കും. എഗ്രീഡ് ടു ഗോ, എഗ്രീഡ് ടു കം, എഗ്രീഡ് ടു പ്ലേ, ആ രീതിയിൽ കേട്ടോ. റൈറ്റ്? അപ്പം എന്താ പറഞ്ഞാൽ അയ്യഞ്ചൊന്നും വരെ ചെയ്തിട്ട് അയ്യഞ്ചൊക്കെ വന്നാൽ മിക്കവാറും കേസ് ഒന്നെങ്കിൽ ഓൺ അല്ലെങ്കിൽ വിത്താവും. ഓക്കെ, റെഡി? ശരി, അപ്പോൾ നോക്കൂ അടുത്തത്. വിത്തിൻ്റെ കാര്യം ഇപ്പോൾ ആലോചിക്കേണ്ട, ഓണായിരിക്കും മിക്കവാറും കേസ്. ശരി, ഇനി എഗ്രീഡ് ഡാഷ് ഈറ്റ് എന്ന് വന്നു. ഏതാ വെക്കുക? ടു ഈറ്റ് കേട്ടോ. ഓക്കെ, എഗ്രി എന്ന് കഴിഞ്ഞിട്ട് ഒരു വെർബ് കണ്ടാൽ കം, ഗോ, ഈറ്റ് പോലെ ഒരു വെർബ് വന്നാൽ എന്തായിരിക്കും?
ING എന്നില്ലാത്ത വെർബ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ING എന്നില്ലാത്ത വെർബ് വന്നാൽ എഗ്രീഡ് ടു എന്നുള്ളത് കേട്ടോ. ശരി. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. എഗ്രി ടുവിൻ്റെ വേറൊരു സംഭവമാണ് എഗ്രി ടു സംതിങ് എന്നുള്ള. എഗ്രി ടു സംതിങ്. എഗ്രി വിത്ത് വെക്കാൻ പറ്റാത്തടത്ത് നിങ്ങൾ എഗ്രി ടു വെച്ചോളൂ. മനസ്സിലായ? അങ്ങനെയെങ്കിലും സിമ്പിളാക്കാൻ പറ്റില്ലേ? കാണിച്ചു തരാം, നോക്കൂട്ടാ. അപ്പം ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കൂ. ഐ ആം നോട്ട് ഗോയിങ് ടു എഗ്രി ഡാഷ് എനിത്തിങ് എന്ന് വന്നു. ഐ ആം നോട്ട് ഗോയിങ് ടു എഗ്രി ഡാഷ് എനിത്തിങ് എന്ന് വന്നു. ഇവിടെ നമുക്ക് വിത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. വിത്ത് എപ്പോഴാണ് വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു, വ്യക്തി വരുമ്പോഴാണ്. എനിത്തിങ് എന്നുള്ള വ്യക്തി അല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടെ ഇത് വെക്കുക. ഐ ആം നോട്ട് ഗോയിങ് ടു എഗ്രി ടു എനിത്തിങ് എന്നാക്കുക. ഐ ആം നോട്ട് ഗോയിങ് ടു എഗ്രി ടു എനിത്തിങ് എന്നാക്കുക കേട്ടോ. ഐ ആം നോട്ട് ഗോയിങ് ടു എഗ്രി ടു എനിത്തിങ്. ഓക്കെ. അടുത്തവിടെ നോക്കൂ. സ്റ്റോപ്പ് എഗ്രിങ് ഡാഷ് എവറിത്തിങ്. സ്റ്റോപ്പ് എഗ്രിങ് ഡാഷ് എവറിത്തിങ്. എഗ്രി എന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വ്യക്തിയാണോ വന്നിരിക്കണേ? അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോപ്പ് എഗ്രിങ് ടു എവറിത്തിങ് കേട്ടാ. നമ്മൾ വ്യക്തി വന്നാലാണ് എന്ത് ചെയ്യാറ്? വ്യക്തി വന്നാലാണ് നമ്മൾ വിത്ത് വെക്കാറ്. ഇപ്പം വ്യക്തി അല്ലാത്തതുകൊണ്ട് എഗ്രിങ് ടു എവറിത്തിങ് ആണ്. എഗ്രി ഓണ്ട ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അപ്പോൾ കൺഫ്യൂഷൻ മാറുക. ശരി. അടുത്ത് നോക്കൂ. ഐ ആം നോട്ട് ഗോയിങ് ടു എഗ്രി ഡാഷ് എനിത്തിങ് ദാറ്റ് ഡസൻ സ്യൂട്ട് മൈ നീഡ്സ് എന്ന് വന്നു. ഇവിടെ എഗ്രി എന്ന് കഴിഞ്ഞിട്ട് വ്യക്തിയാണോ വന്നിരിക്കണേ? അല്ല. അപ്പം ഐ എം നോട്ട് ഗോയിങ് ടു എഗ്രി ടു എനിത്തിങ്. ഐ എം നോട്ട് ഗോയിങ് ടു എഗ്രി ടു എനിത്തിങ് എന്നുള്ളതാണ് കേട്ടോ. ഐ എം നോട്ട് ഗോയിങ് ടു എഗ്രി ടു എനിത്തിങ് എന്നുള്ളതാണ്. ഓക്കെ. പ്രീവിയസ് ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ എഗ്രി ടുവും എഗ്രി വിത്തും ഏകദേശം ഒരു ധാരണ വന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, നിങ്ങളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും അറിയിക്കണം കേട്ടോ. ഓക്കെ. കമൻറ്റ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും അത് അറിയിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഒരു കാര്യം എഴുതിയിട്ടോ എങ്ങനെയെങ്കിലും അറിയിക്കുക. ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും അറിയിക്കുക. എന്നാലും അങ്ങനെ കൂടുതലായിട്ട് ക്ലാസ് ചെയ്യാൻ തോന്നുള്ളൂ. ഓറൈറ്റ്. ശരി. ഇനി അങ്ങനെയല്ല, ഇങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും അതും ചെയ്യാം. ഓക്കെ. റെഡി. ഇനി എഗ്രി ഓൺ എന്താ ചെയ്യുക എന്നുള്ളതാണ്. എഗ്രി ഓൺ. ഓൺ എന്നുള്ളത് ഓർക്കാൻ എന്താണെന്ന് അറിയോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഓൺ എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുക. ഇങ്ങനെ, അതായത് ഓൺ എന്നുള്ളത് ഇങ്ങനെ ഒന്നിച്ച് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആലോചിക്കുക. എഗ്രി ഓൺ അതായത് വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം തർക്കം വരില്ലേ? ഒരു ഉദാഹരണത്തിന് എവിടെ പോകണം എന്നുള്ളത് കൂട്ടുകാരന്മാരെല്ലാവരും കൂടിയിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞു ഊട്ടി പോവാം, ഒരാൾ പറഞ്ഞു മൈസൂർ പോവാം, ഒരാൾ പറയണു നമുക്ക് മണാലി പോവാം. ഇങ്ങനെ ഓരോ സ്ഥലത്തും എന്ത് ചെയ്യും? ഓരോ അഭിപ്രായം വരില്ലേ? അപ്പോൾ അതൊരു ഡിബേറ്റോ അവിടെ പോവാം. ഇവിടെ അവസാനം എന്ത് ചെയ്തു? അവരെ ഏകദേശം ഒരു എന്ത് ചെയ്യും? ഒന്നിച്ചൊരു തീരുമാനത്തിൽ അവസാനം എത്തില്ലേ? അതാണ് എഗ്രി ഓൺ. റൈറ്റ്. അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു? പോവേണ്ട സ്ഥലം തീരുമാനിച്ചു, എഗ്രി ചെയ്തു എന്ന് പറയുമ്പോൾ വി എഗ്രീഡ് ഓൺ ദി ഡെസ്റ്റിനേഷൻ എന്ന് പറയാം. അതായത് ആ ഡെസ്റ്റിനേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ഏകാഭിപ്രായത്തിൽ എത്തിയെന്ന്. അങ്ങനെ ഏകാഭിപ്രായത്തിൽ എത്തുന്നതിനാണ് എഗ്രി ഓൺ എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഓഫീസിൽ കയറിയപ്പോൾ ഒരാൾ പറയാണ് ഇങ്ങനെ, അതായത് പുതിയ ജോലിക്ക് വരികയാണ്. അപ്പോൾ ബോസ് പറഞ്ഞു ഇത്ര സാലറി തരാമെന്ന്, മറ്റാൾ പറഞ്ഞു ഇത്ര സാലറി എനിക്ക് വേണമെന്ന്. അപ്പോൾ അത് തർക്കമായില്ലേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമായി. എനിക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞു, ബോസ് പറഞ്ഞു ഇത്രേ തരുന്നുള്ളൂ എന്ന്. അവസാനം അവരെന്ത് ചെയ്തു? ഒരു പേയ്മെൻറ്റിൽ അവർ തീരുമാനത്തിലെത്തിയെന്ന് കരുതുക. അതാണ് എഗ്രി ഓൺ. മനസ്സിലായില്ലേ? അതാണ് എഗ്രീഡ് ഓൺ ദി സാലറി സ്കെയിൽ. മനസ്സിലായില്ലേ? അതാണ് ഏകാഭിപ്രായത്തിൽ എത്തുക എന്നുള്ള അർത്ഥത്തിലാണ് എഗ്രി ഓൺ. അപ്പോൾ എഗ്രി ഓൺ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവരൊരു ഏകാഭിപ്രായത്തിൽ എത്തിയതാണ് എന്നുള്ള. ഒരു ഉദാഹരണത്തിന് ചില ആളുകൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയോ? ട്രിപ്പ് നമുക്ക് 7-ാം തീയതി പോകാമെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു ട്രിപ്പ് നമുക്ക് 10-ാം തീയതി പോകാമെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു നമുക്ക് 15-ാം തീയതി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അഭിപ്രായ വ്യത്യാസം വന്നില്ലേ? എന്നിട്ട് അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട് ഒരു ഏകാഭിപ്രായത്തിൽ എത്തില്ലേ? അപ്പം നമ്മൾ എഗ്രി ഓൺ വെക്കും. കുറച്ച് എക്സാമ്പിൾസ് നോക്കൂട്ടാ. കുറച്ച് എക്സാമ്പിൾസ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം നോക്കൂ. എവറി വൺ ഓൺ ദ ടീം എഗ്രീഡ് ഡാഷ് എ ഡേറ്റ് ഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിനായിട്ട് ഒരു ഡേറ്റ് എന്ത് ചെയ്തു? അവർ ഏകാഭിപ്രായത്തിൽ എത്തിയെന്ന്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ? ഇവിടെ ഒരു തർക്കം നടന്നിട്ടുണ്ടാവും, ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടാവും ഇല്ലേ? ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടാവും. ഇത് വേണം, അത് വേണം. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒരു ഏകാഭിപ്രായത്തിലെത്തി. അപ്പോൾ എവറി വൺ ഓൺ ദ ടീം എഗ്രീഡ് ഡാഷ് എ ഡേറ്റ് ഫോർ ദ മീറ്റിംഗ്. എന്താണ് വരിക? എഗ്രീഡ്
ഓൺ എ ഡേറ്റ് ഫോർ ദ മീറ്റിംഗ് എന്നാണ് വരിക. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണല്ലോ, സിമ്പിളാണ്. യെസ്, അടുത്ത് നോക്കാം. ദ സ്റ്റുഡൻസ് നീഡ് ടു അഗ്രി ഡാഷ് ഹൗ ടു ഡു ദ പ്രൊജക്ട്. അതായത് ഇവിടെ നോക്കും, ഇതുവരെ ഏകാഭിപ്രായത്തിൽ എത്തുന്നതാണ്. നോക്കൂട്ടാ, സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? അവരൊരു ഏകാഭിപ്രായത്തിൽ എത്തണം എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാന്നുള്ളതിലേന്ന്. അതായത് ഉദാഹരണത്തിന് എന്താ പറയണമെന്നറിയോ? പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാം, ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം, വേറെ സ്റ്റുഡൻറ്റ് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാം. അവസാനം ടീച്ചർ വന്നിട്ട് പറയാണ് വിദ്യാർത്ഥികൾ അവരൊരു ഏകാഭിപ്രായത്തിൽ എത്തണം. അപ്പോൾ സ്റ്റുഡൻസ് നീഡ് ടു എഗ്രി ഓൺ ഹൗ ടു ഡു ദ പ്രൊജക്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഏകാഭിപ്രായത്തിൽ എത്തുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എഗ്രി ഓൺ എന്ന് പറയാം. ഓക്കെ, റെഡി? നോക്കൂട്ടാ, ഇപ്പോൾ അടുത്ത ഒരു ടോപ്പിക് ഡിബേറ്റ് കോമ്പറ്റീഷൻ വരികയാണ്. ഓക്കെ, ഡിബേറ്റ് കോമ്പറ്റീഷൻ വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഓക്കെ, റൈറ്റ്, നോക്കൂ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ടോപ്പിക് എടുക്കാം, ആ ടോപ്പിക് എടുക്കാം എന്നൊക്കെ ചർച്ച നടന്നു. അവസാനം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഏകാഭിപ്രായത്തിൽ എത്താണ്. വി എഗ്രീഡ് ഓൺ എ ടോപ്പിക് ഫോർ ദ അപ്കമിങ് ഡിബേറ്റ് എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു കാര്യം പറയാണ്, ഞാൻ ഇനി ക്ലാസ് ഇടുന്നത് എന്ന് ക്ലാസ് ഇടണം, അടുത്ത ക്ലാസ് എന്ന് ഇടണം എന്നുള്ളൊരു ചർച്ച വന്നു. നിങ്ങൾ വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ പറയാണ് സാറേ നാളെ ഇടണം, ഒരാൾ പറയാണ് നമുക്ക് 5-ാം തീയതി ഇടണം, ഒരാൾ പറയണം 4-ാം തീയതി ഇടണം എന്ന് പറയണം. ഞാനൊരു ക്ലാസ് ഇനി എടുത്ത് ഇടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഏത് ഡേറ്റിൽ വേണം എന്നുള്ളത് ചർച്ച നടന്നു വിചാരിക്കും. ഇങ്ങനെ കുറേ അഭിപ്രായം വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു അഭിപ്രായത്തിലെത്തി. ഓക്കെ, നമുക്ക് 3-ാം തീയതി ഇടാം എന്നുള്ളൊരു അഭിപ്രായത്തിലെത്തി, അല്ലെങ്കിൽ 4-ാം തീയതി ഇടാം എന്നുള്ള ഒരൊറ്റ അഭിപ്രായത്തിലെത്തി. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? വി എഗ്രീഡ് ടു എന്നാണ് പറയാ, അല്ല വി എഗ്രീഡ് ഓൺ ദി ഡേറ്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ? അതാണ് ഈ എഗ്രി ഓൺ എന്നുള്ള ആ കാര്യം. മനസ്സിലായെന്ന് വിചാരിക്കണോ കേട്ടാ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം കേട്ടാ. ഷീ എഗ്രീഡ് ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വേർ പുട്ട് ബിഫോർ ഹർ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവൻ എഗ്രി ചെയ്തു എന്നുള്ള. അപ്പോൾ ഈ അവസാനം നടന്ന ഡിഗ്രി ലെവലിൻ്റെ ചോദ്യമാണിത്. ഷീ എഗ്രീഡ് ഡാഷ് വാട്ട് എവർ കണ്ടീഷൻസ് വേർ പുട്ട് ബിഫോർ ഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മുന്നിൽ വന്നുള്ള എല്ലാ കണ്ടീഷൻസ് ടേംസ് ഇതിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എഗ്രി ടു എന്ന് പറയാം. ഇവിടെ എഗ്രി വിത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു വ്യക്തിനോട് വേണം. ഇവിടെ വ്യക്തിയാണോ? അല്ല. അപ്പോൾ ഷീ എഗ്രീഡ് ടു വാട്ട് എവർ കണ്ടീഷൻസ് വേർ പുട്ട് ബിഫോർ ഹർ എന്നുള്ളതാണ്. ഓക്കെ, റെഡി? അടുത്ത് നോക്കൂ. മദർ എഗ്രീഡ് ഡാഷ് കം ഹോം വിത്ത് അസ്. ഇവിടെ ഞാൻ പറഞ്ഞു ഇതും PSCയുടെ മുൻവർഷം വന്ന ചോദ്യമാണ്. ഓക്കെ, അതെന്താ ഞാൻ പറഞ്ഞ? എഗ്രി എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഗ്രി എന്ന് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗോ, ഇങ്ങനെ വെർബ് വന്നാൽ എന്തായിരിക്കും? എഗ്രീഡ് ടു ഗോ, എഗ്രീഡ് ടു കം, ആ രീതിയിൽ അല്ലേ? അപ്പോൾ എഗ്രീഡ് ടു കം എന്നുള്ളതാണ് വരിക അല്ലേ? എഗ്രീഡ് ടു കം. റെഡി? അടുത്ത് നോക്കാം. ഡു യു എഗ്രി ഡാഷ് വാട്ട് ഐ സേ. ഇതും PSCയുടെ മുൻവർഷങ്ങൾ വന്ന ഒരു ചോദ്യമാണ്. ഡു യു എഗ്രി ഡാഷ് വാട്ട് ഐ സേ. ഇതിലെന്ത് വെക്കും എന്നുള്ളതാണ്. ഇതിലെന്ത് വെക്കും? ഡു യു എഗ്രി ഡാഷ് വാട്ട് ഐ സേ എന്നുള്ളതിൽ എന്ത് വെക്കും? എന്താ വെക്കുക? ഡു യു എഗ്രി ഡാഷ് വാട്ട് ഐ സേ എന്നുള്ളതിൽ നമ്മൾ വെക്കേണ്ടത് എന്താണ്? ഡു യു എഗ്രി ടു വാട്ട് ഐ സേ. ഇതിൽ വ്യക്തി ഇല്ല. വ്യക്തി ഉണ്ടെങ്കിൽ നമുക്ക് വിത്ത് വെക്കാറുന്നു. ഇനി ഇതിൽ വിത്ത് വെച്ചാൽ തെറ്റാണോ? തെറ്റല്ല. അതാ ഞാൻ മുൻപ് പറഞ്ഞ. ചില സാഹചര്യത്തിൽ വിത്തും വെക്കാം, ടൂം വെക്കാം. മനസ്സിലായില്ലേ? വിത്തും വെക്കാം, ടൂം വെക്കാം. പക്ഷേ ഇതിലേതാ PSC എടുത്തത്? കുറച്ച് കാലം മുമ്പ് നടന്ന എക്സാമാണ്. ഇതിൻ്റെ ഞാൻ PSC പഠിപ്പിക്കാൻ തുടങ്ങാനായിട്ട് മുമ്പ് വന്നൊരു എക്സാം അത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ അതിൻ്റെ ആൻസർ കീ ഒക്കെ നോക്കി. ആൻസർ കീ ഒന്നും അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് നോക്കുന്നത് ഇത് മറ്റുള്ള മാഷന്മാർ ഏതാ ഇതിൽ ഉത്തരം എടുത്തിരിക്കണമെന്നുള്ള. അപ്പോൾ ഒരുവിധം എല്ലാവരും എടുത്തിരിക്കുന്നത് 2 ആണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും അതിൻ്റെ ഫൈനൽ ആൻസർ കീയിൽ 2 ആയിരിക്കും PSC എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഞാൻ PSC ഫൈനൽ കീയിൽ 2 എടുക്കുന്നുണ്ടാവുക എന്നുള്ള ഒരു അസംഷനിൽ എത്തിയത്. അപ്പോൾ എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ചോദ്യത്തിൽ 2 ആണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു വിത്തും ഓക്കെ ആണെന്ന്. അപ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താണ്? വിത്ത് വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും PSC എന്ത് ചെയ്തിട്ടില്ല? വിത്ത് എടുക്കുന്നില്ല. എന്താ എടുക്കണേ? 2 എടുക്കണേ. വിത്ത് എപ്പോഴാണ് എടുക്കുന്നത്? ഡാഷിന് ശേഷം വ്യക്തി വന്നാൽ. അതായത് ഡാഷ് യു എന്നിവരാണെങ്കിൽ വിത്ത് യു, ഡാഷ് രാജു എന്നിവരാണെങ്കിൽ വിത്ത് രാജു എന്നുള്ളപ്പോഴാണ് എടുക്കുന്നത് എന്നുള്ളത് കൂടെ ആലോചിക്കുക.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തോളൂ, സംതിങ് ഇവിടെ ഡു യു എഗ്രി ടു വാട്ട് ഐ സേ എന്നുള്ളത് ഓക്കെ ആണ്, വിത്തും ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ PSCയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ 2 കൊടുത്താൽ മതി. ഓക്കെ, റെഡിയാണോ? സെറ്റല്ലേ? ശരിയാണ്. ഓക്കെ ഗൈസ്, ഇതും അടുത്തത് PSC ഇത് PYQ കേട്ടോ, PSCയുടെ PYQ ആണ് ഇതും, മുൻ വർഷങ്ങളിൽ വന്ന തന്നെയാണ് ഇതും. ഓക്കെ, വി അഗ്രി ഡാഷ് മോസ്റ്റ് തിങ്സ്. ഇവിടെ ഒരു കാര്യം നോക്കുക, ഇവിടെ ഒന്നാമത് അവർ എന്ത് കൊടുത്തിട്ടില്ല എന്നറിയോ? ഇവിടെ എന്തൊന്നാമത് കൊടുത്തിട്ടില്ല, ഇവിടെ 2 കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഭയങ്കര എളുപ്പമായി. എന്താ കാര്യം, 2 വെച്ചിട്ട് പിന്നെയും ഒന്ന് കൺഫ്യൂഷൻ വരാനുള്ള, പക്ഷെ ഇവിടെ 2 ഇല്ല. പിന്നെ നമ്മൾ പഠിച്ചെന്താണ്, വിത്താണ്. വിത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. എഗ്രി കഴിഞ്ഞിട്ട് എന്താണ്, വ്യക്തി വരണം. വ്യക്തി വന്നാലാണ് എന്ത് ചെയ്യുക, വിത്ത് വെക്കുക. ഇവിടെ എന്താണ്, ഇവിടെ ഉത്തരം ഏതാ, എഗ്രീഡ് ഓൺ ആണ്. വി അഗ്രി ഓൺ മോസ്റ്റ് തിങ്സ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, ഇവരിപ്പോൾ ഒരു ഉദാഹരണം 2 രാജ്യങ്ങൾ തമ്മിൽ ചർച്ച നടത്തുക എന്ന് കരുതുക. പല കണ്ടീഷൻസും ഓരോ രാജ്യങ്ങളും പല കണ്ടീഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കൂലോ അല്ലേ? പല കണ്ടീഷൻസും ഓരോ രാജ്യങ്ങളും പല കണ്ടീഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കും. ഈ സമയത്ത് എല്ലാവരും അവർ ഏകാഭിപ്രായത്തിലെത്തുമോ? എല്ലാ കാര്യത്തിലും ഏകാഭിപ്രായത്തിലെത്തുമോ? ഇല്ല. അവർ ഇന്നത് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ പറയും അത് പറ്റില്ല എന്ന് പറയും. ഓക്കെ, എന്നാൽ ഇത് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഓക്കെ, അത് കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിൽ ഇടയ്ക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യും, ഏകാഭിപ്രായത്തിലും അവർ ഒരു സമവായത്തിലൊക്കെ എത്തും. ഈ സമയത്ത് പറയണതാണ് വി എഗ്രി ഓൺ മോസ്റ്റ് തിങ്സ്. മിക്ക കാര്യത്തിലും ഞങ്ങൾ എന്ത് ചെയ്തു, ഏകാഭിപ്രായത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, റെഡി? സോ അപ്പോൾ വി എഗ്രി ഓൺ മോസ്റ്റ് തിങ്സ് എന്നാക്കി. സോ ഗൈസ്, ഇപ്പോൾ എടുത്ത ഭാഗം നോക്കൂ. ഇപ്പോൾ എടുത്ത ഭാഗം നിങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ കൂടുതൽ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതെന്താണെങ്കിലും അത് അറിയിക്കുക. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. അല്ല ഇതല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, ഈ രീതിയിലല്ല വേറെ രീതിയിലാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതും അറിയിക്കുക. ഓക്കെ, റെഡി? ഫീഡ്ബാക്ക് ഇടണം, അപ്പോഴേ നമുക്കതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. സോ ഈ ഭാഗം നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്.